യൂട്യൂബിലെ ഒരു പ്രോഗ്രാം ഒരു പ്രോബ്ലം. ഒരു ബൾബ് കപ്പാസിറ്ററിന് സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബൾബിന്റെ റേറ്റിംഗ് പറഞ്ഞാൽ 500 വോൾട്ട്, 500 വാട്ട്, 100 വോൾട്ട് ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. ദെൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 200 ആണ്. പിന്നെ 500 ഡിവൈഡഡ് ബൈ 100 കൊടുത്താൽ ഇതിലൂടെയുള്ള മൊത്തം സീരീസ് ആയതുകൊണ്ട് തന്നെ കറണ്ട് കിട്ടും 5 ആമ്പിയർ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് വി സി കാണണമെന്നുണ്ടെങ്കിൽ വി സ്ക്വയർ മൈനസ് സപ്ലൈ വോൾട്ടേജിന്റെ സ്ക്വയർ മൈനസ് വി ആർ സ്ക്വയറിന്റെ വോൾട്ടേജ് ചെയ്താൽ മതി. ബൾബിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 100 സ്ക്വയർ മൈനസ് അല്ല 200 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ ചെയ്താൽ 196 വരും. ഈ 196 എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് സി ആണ്. അതായത് 5 എന്ന് പറയുന്ന കറണ്ട്, കറണ്ട് ഇൻറ്റു റിയാക്ടൻസ് ആണ്. ദാറ്റ് ഈസ് 196. സോ റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ 196 ഡിവൈഡ് ബൈ 5 ചെയ്താൽ 39.2 ഓം കിട്ടും. ഇനി സി എന്ന് പറഞ്ഞാൽ എക്സ് സി എന്ന് പറഞ്ഞാൽ 1/2π f സി ആണ്. അപ്പം സി ഇങ്ങോട്ട് വന്നാൽ 1/2πf(x c) ആവും സി എന്ന് പറഞ്ഞാൽ. സിയും എക്സ് സിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. അപ്പോൾ 1/3.314 × 50 × 39.6 എന്ന് പറഞ്ഞാൽ 81 മൈക്രോ ഫാരഡ് കിട്ടും. പവർ ഫാക്ടർ കാണാൻ വോൾട്ടേജ് അക്രോസ് വോൾട്ടേജ് അക്രോസ് വോൾട്ടേജ് അക്രോസ് എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് അക്രോസ് വി ആർ ഡിവൈഡഡ് ബൈ വി ചെയ്താലും മതി. സപ്ലൈ വോൾട്ടേജ് ചെയ്താലും കോസ് ഫൈ ആവും. അഡ്ജസൻറ്റ് സൈഡിൽ റെസിസ്റ്ററാണ് ഉണ്ടാവുക. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മാറാം. 100 ഡിവൈഡ് ബൈ 200.5 ആവും. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഐ ആണ് റെഫറൻസ് സീരീസ് കണക്ഷൻ ആവുമ്പോൾ. അതിന് ഐ തന്നെ കിടക്കുന്ന ആളാണ്, ഇൻ ഫേസ് ആണ് വി ആർ ഈക്വൽ ടു 100 വോൾട്ട് എന്ന് പറഞ്ഞത്. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. ദെൻ റിസൾട്ടൻ്റ് വോൾട്ടേജ്. പക്ഷെ ഇതിൽ മൂവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക? കറണ്ട് ലീഡ് ചെയ്യുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കാണിച്ചാൽ കറണ്ട് വോൾട്ടേജ് മുകളിലോട്ടാണെന്ന് വിചാരിച്ചോ. വോൾട്ടേജ് മുകളിലോട്ടായാലും താഴോട്ടായാലും മീൻസ് ഇതായിരിക്കും. ഇനിയിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കറണ്ട് ലീഡ് ചെയ്യണം ഈ വോൾട്ടേജിനേക്കാളും പിറകിൽ. ഇതിങ്ങനെ ഈ പോയിന്റിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ മുന്നോട്ട് പോവും, വി സി പിറകെ വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.